ദൈവദൂതനെ പോലെയാണ് സൂരജ് അവിടേക്ക് ചെല്ലുന്നുള്ളത്. ബിഗ് സല്യൂട്ട് ബ്രദർ. ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടാ. കേട്ടോളൂ എന്താണ് ചെല്ലുന്നത് എന്നല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. 2 ദിവസമായി കഴിച്ചില്ല. ചേച്ചി ഇതൊരു ചലഞ്ചാണ്. ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും. രാവിലെ മുതൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. ചേച്ചി ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ചേച്ചിക്ക് പൈസ കിട്ടും. 2000 ഉണ്ട്, 3000 ഉണ്ട്, 5000 ഉണ്ട്. ചേച്ചിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ചേച്ചി എന്തിനു കഴിച്ച? പേര് ഷജിമി. എന്താ കഴിക്കാത്ത? ആക്സിഡന്റ് ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടിന്റെ റെന്റ് കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടു ഓണർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇല്ല, ഉപേക്ഷിച്ച് പോയത്. നിങ്ങൾ 3 പേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. അല്ല, വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്? ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാന് വീട് വിട്ട് ഇറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. ആത്മഹത്യക്ക് ശ്രമിച്ചത്. കാരണം എന്റെ മോൾ അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു നിവർത്തിയില്ല. എന്തെങ്കിലും കഴിച്ചാടോ നീ? എന്താ ആഹാരം കഴിച്ചേ? അപ്പൊ എന്തായാലും ഇതൊരു ചലഞ്ചായിട്ട് വന്നതാണ്. ഇതിൽ ഇഷ്ടമുള്ള ഒരു കളർ തൊടുക. കളർ തൊട്ട് കഴിഞ്ഞാൽ അതിലൊരു പൈസ ഉണ്ട്. ആ പൈസ നിങ്ങൾക്ക് കിട്ടും. ചേച്ചി അത് തൊട്ടത് 5000 രൂപയാണ്. ചേച്ചി 5000 രൂപയാണ് തൊട്ട്. ഇപ്പൊ 5000 രൂപ. അപ്പൊ ഈ 5000 പൈസ കിട്ടി കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കും. രാവിലെ എന്റെ മോള് വിശന്ന് കരയുകയായിരുന്നു. എന്തെങ്കിലും അമ്മ വിശക്കുന്ന ചായ കേട്ടപ്പോഴത്തേക്കും പച്ചവെള്ളം ഞാൻ അതിനെ ശ്രമിച്ചത് ഒത്തിരി. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ ഒരു പാവം ചെയ്തു. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ വിജയിച്ചിരിക്കുകയാണ്. 5000 രൂപയാണ് ചേച്ചിക്ക് പ്രൈസ് അടിച്ചിരിക്കുന്നത്. 5000 രൂപ. ഒന്നുമില്ലാതെ ഒന്നുമില്ലാതിരുന്നതാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനെങ്കിലുള്ള കാശ് എനിക്ക് കിട്ടി. അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് പുള്ളി വേറെ പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കായി. പുള്ളി തമിഴാണ് ആടല്ലേ? അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിലെത്തിയത്. നിങ്ങളെ സ്ഥലം പറഞ്ഞത് ബാലരാമത്താണ് വീട്. മലയാളിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് പള്ളിയിൽ പുറത്താക്കി. ഇപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബന്ധുക്കളും ഇല്ല, പള്ളിയിൽ നിന്ന് സഹായമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ്. കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു 7-8 വർഷം കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതാണ് നീ കഴിക്കാൻ പോണേ? രണ്ടുപേരും രാവിലെ വാരി കഴിച്ചതായത്. ഇതാണ് നിങ്ങൾ രാവിലെ വാരി കഴിച്ചേ? കട പോയിട്ട് 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരവ് ഒരു രാത്രിയിലേക്ക് ചോദിച്ചു. വളരെ ഉപകാരമുണ്ട്. കാരണം എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത്. ചെറിയ